ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നുണ്ടല്ലോ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന തേങ്ങ കൊണ്ടുള്ള ടിപ്സുകളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ അത് നോക്കിയാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക, എന്തായാലും ഉപകാരപ്പെടും. നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് തേങ്ങയുടെയൊക്കെ വില കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന തേങ്ങ നല്ലതാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക. നല്ല വിളഞ്ഞ കനത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചിരട്ടയുടെ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറുത്ത പാടുകൾ കാണാനായിട്ട് കഴിയും. അപ്പം അത് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നതാണ്. തേങ്ങയുടെ മുകൾ ഭാഗത്ത് ചകിരിയോട് കൂടിയിട്ടുള്ള തേങ്ങ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് സാധാരണയേക്കാളും കുറച്ചുകൂടിയൊക്കെ കേടാകാതെ ഇരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ആ മുകൾ ഭാഗത്തുള്ള ചകിരിയെല്ലാം ഞാൻ ഒരു ബട്ടൺ നൈഫോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ ആ ഒരു ടിപ്പ് വെച്ചിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കളഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇത് നമുക്ക് പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറക്റ്റ് അളവിന് ആ ഒരു വട്ടത്തിൽ തന്നെ നമുക്കത് പൊട്ടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ മുകൾ ഭാഗത്തുള്ള ആ ഒരു 3 കണ്ണുണ്ടല്ലോ, അതിൻ്റെ നടുവിൽ കൂടി ഒരു 3 കോഡ് പോകുന്നുണ്ട്, ഒരു വര. ആ തടിയുള്ള വര നോക്കിയിട്ട് നമുക്കിത് പൊട്ടിച്ചു കൊടുക്കുക. ഒരു 2-3 തട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള ഇപ്പോൾ ഇടികല്ലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കത്തിയോ വാക്കത്തിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഒരു 2-3 തട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ആ ഒരു വട്ടത്തിൽ തന്നെ പൊട്ടിക്കിട്ടുന്നതാണ്. അപ്പം ഞാനിത് ആ ഒരു രീതിയിൽ തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലുള്ള എല്ലാ തേങ്ങയും ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു വട്ടത്തിൻ്റെ അളവിന് തന്നെ എനിക്ക് പൊട്ടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് ഉപയോഗിക്കുന്നില്ല, ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പൊട്ടിച്ചെടുത്തിട്ടുള്ള തേങ്ങാമുറി ഉണ്ടല്ലോ, അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തടവിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കേടാകാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫ്രീസറിൽ വെക്കണം എന്നില്ല, പെട്ടെന്ന് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ എണ്ണ തടവിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ തേങ്ങയിൽ നിന്ന് കിട്ടിയിട്ടുള്ള തേങ്ങാവെള്ളം എന്താ ഞാനിത് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യം ഞാൻ പുറകെ പറയുന്നുണ്ട്. അടുത്തതായിട്ടേ തേങ്ങ മുറിച്ചെടുത്തില്ലേ, അത് ആ തേങ്ങാമുറി ചിരവയൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നും തേങ്ങ ചിരവിയെടുക്കാനോ അല്ലെങ്കിൽ തേങ്ങാപ്പാലെടുക്കാനോ ഉള്ള എളുപ്പത്തിലുള്ള ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു തേങ്ങാമുറിയിൽ നിന്നും തേങ്ങാ കുത്തുകളായിട്ട് നമുക്ക് ചിരട്ടയിൽ നിന്നും വിടിച്ചെടുക്കാം. അപ്പോൾ ഇത് സാധാരണ വിട്ടുകിട്ടാത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് അല്പനേരം തണുപ്പിച്ച് കഴിഞ്ഞെടുത്താലും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരുപാടങ്ങ് വിളഞ്ഞ തേങ്ങയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി കൊണ്ട് തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് മുഴുവനായിട്ടും തന്നെ ഒരു തേങ്ങാമുറി ഒരു പകുതി ഞാനും ഫുള്ളായിട്ട് ഞാൻ ഇതിൽ നിന്നും തേങ്ങാക്കൊത്തായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പുറം ഭാഗത്തുള്ള ആ ഒരു കറുപ്പ് കളർ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് കത്തി വെച്ചൊന്ന് മുറിച്ച് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്യുവർ വൈറ്റ് കളറ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിത് അല്പാൽപമായിട്ട് ഈ ഒരു കറുത്ത കളറ് അതിൽ നിന്നും കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ആ ഒരു കറുത്ത തൊലിയെല്ലാം കളഞ്ഞ് തേങ്ങ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് തേങ്ങ വെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ആ ഒരു കൊത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ തേങ്ങാ വെള്ളം ഒരു തേങ്ങയുടേത് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 15 മുതൽ അരമണിക്കൂർ വരെ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ച അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലൊക്കെ ആവശ്യമുള്ള കറികളിലാവട്ടെ
സ്വീറ്റ്സ്, ഡെസേർട്ട് ഇങ്ങനെയുള്ള എല്ലാത്തിലും നമുക്ക് 1 കപ്പിന് പകരം 1/2 കപ്പ് ധാരാളമായിരിക്കും. അപ്പോൾ ഈ ഒരു തേങ്ങയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഒരു തേങ്ങ വെച്ചിട്ട് തന്നെ പല പല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുന്നുണ്ട്. ഞാനിത് ഒരുപാടങ്ങ് പ്രസ് ചെയ്തിട്ട് തേങ്ങാപ്പീരയിൽ നിന്നും ഒരുപാടങ്ങോട്ട് പാലൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടുന്നുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പീര ഉണ്ടല്ലോ, ഒത്തിരി വേസ്റ്റായിട്ടൊന്നുമില്ല. ഈ ഒരു തേങ്ങാപ്പീര കൊണ്ടിട്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പീര ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ ചേർക്കുന്നതിൻ്റെ പകുതി മാത്രം ഈ ഒരു പാൽ ചേർത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അതേ ടേസ്റ്റ് തേങ്ങാപ്പാലിൻ്റെയും ആ ഒരു പച്ചരി അരച്ചതിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു തിക്നെസ്സും ഒക്കെ നമുക്ക് കറികളിൽ ലഭിക്കുന്നതാണ്. ഇനി ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്കോ ഒരു ഗ്ലാസ് ജാറിലേക്കോ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതൊരു 2 ദിവസത്തേക്ക് നമുക്ക് ചീത്തയാവാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനിയുണ്ടല്ലോ, മിക്സി ഇല്ലാതെ, മിക്സിയുടെ ജാറൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത്, അതായത് ഇപ്പോൾ കറണ്ടൊക്കെ പോയ സമയത്ത് പെട്ടെന്ന് നമുക്ക് തേങ്ങാപ്പാൽ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ്. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെള്ളമോ അല്ലെങ്കിൽ തേങ്ങ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതിയാകും, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പൊടിക്ക് ഉപ്പ് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പാല് നല്ലതുപോലെ കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പയല്ല ഉപയോഗിക്കുന്നത്, ഒരു നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ ക്ലോത്താണ്. നൈസായിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങ ചാലിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൂട്ടി ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള കുറുകിയ തേങ്ങാപ്പാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ കറണ്ട് പോകുന്ന സമയത്ത്, മിക്സിയുടെ ജാർ ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത്, മിക്സി ഇല്ലെങ്കിൽ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങാപ്പീരുണ്ടല്ലോ, അത് കളയേണ്ടതില്ല. കറികളിലോ അപ്പത്തിൻ്റെ മാവരയ്ക്കാനോ ഉപ്പേരി തോരൻ വയ്ക്കുന്നതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരൊറ്റ തേങ്ങ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതാ നല്ല കുറുകിയ തേങ്ങാപ്പാൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു തേങ്ങാപ്പീര ഞാൻ തോരൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്, നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തില്ലേ, അപ്പോൾ ആ സമയത്ത് കുറച്ച് തേങ്ങാപ്പീര ബാക്കി ഉണ്ടായത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ, അത് ഒരു 2 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ ആ ഒരു തേങ്ങാപ്പീരയായിരുന്നു അത്. അതിലേക്ക് 2 ഗ്ലാസ് കുതിർത്ത പച്ചരിയും പിന്നെ ചേർക്കുന്നത് തേങ്ങാവെള്ളമാണ് കേട്ടോ. മസ്റ്റായിട്ട് തേങ്ങാവെള്ളം ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച്, അതായത് ഫെർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള അപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കല്ലിൽ ചുട്ടെടുക്കാൻ പറ്റിയ ഒരു കല്ലപ്പമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ അത്. ഇതിൻ്റെ കൂട്ടത്തിലേ ലെഫ്റ്റ് ഓവറായിട്ട് വന്നിട്ടുള്ള, അതായത് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള അപ്പം ബാറ്റർ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ പൊങ്ങി കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഫ്രിഡ്ജും കറണ്ടും ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ പൊട്ടിച്ച തേങ്ങ എങ്ങനെയാണ് ഫ്രഷായിട്ട് ഒരാഴ്ചത്തോളമൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അത് കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അത് മുഴുവനായിട്ടും, അതായത് തേങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കുക. ഇനി അതിലേക്ക് ഈ മുറിച്ച തേങ്ങ നമുക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം കൂടുമ്പോൾ മാറ്റിയാൽ മതി വെള്ളം. എന്നുണ്ടെങ്കിൽ
ഒരു 15നും 18 മണിക്കൂറിനും ഇടയിലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് കഴുകി വീണ്ടും നല്ല വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്കിതുപോലെ കേടാകാതെ തേങ്ങ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല, ഇലക്ട്രിസിറ്റി അങ്ങനെ പാഴാക്കേണ്ടതില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. തേങ്ങ കൊണ്ടിട്ടുള്ള ഒത്തിരി ടിപ്സുകൾ ഞാനിന്ന് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.